നമസ്കാരം. ഇന്ന് കൻഹ കാസ്റ്റിൽ നമ്മുടെ അതിഥി തൃശ്ശൂരിൻ്റെ ZZ ആയ ദിനേശാണ്. ദിനേശ് ഏറ്റവും പ്രായം കുറഞ്ഞ CC ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ZZയും കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെ കൻഹ കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ദിനേശ്. എന്തായാലും നമസ്തേ. ദിനേശിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ZZ ആണല്ലോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് എന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞെന്ന് പറയുമ്പോൾ അത് അഭിമാനമാണോ തോന്നുന്നത്? എന്താ ഒരു ഫീലിംഗ്? പ്രായം കുറഞ്ഞ ZZ എന്ന് വെച്ചാൽ അഭിമാനമാണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കൊരു വണ്ടറാണ്. എന്താ മാസ്റ്റർ ഇത്ര വലിയ റിസ്ക് എടുക്കണ ഒരു ഇങ്ങനെ ഇത്ര ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് പലപ്പോഴും ദാജി മാസ്റ്റർ പറഞ്ഞ വേർഡ്സാണ് ഞാൻ ആലോചിക്കാറ്. അതായത് ഒരു അഭ്യാസി വളരെയധികം ബുദ്ധിമുട്ടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചാർജി മഹാരാജിൻ്റെ അടുത്ത് ദാജി മാസ്റ്റർ പറഞ്ഞു, അവർക്ക് നമുക്ക് പ്രിസെപ്റ്റർ വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി രക്ഷപ്പെടില്ലേ. അപ്പോൾ ഓരോ പോസ്റ്റ് വരുമ്പോഴും ഞാൻ വിചാരിക്കാറ് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് കുറച്ചും കൂടിയും ഹെറാർക്കിക്ക് കുറച്ച് വർക്ക് ഏൽപ്പിച്ച് തരാനുണ്ടാവും. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. നമ്മളെയാണ് ഏറ്റവും കൂടുതൽ മാറ്റിയെടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കാണാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഓക്കെ, അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മളെ അയാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് പ്രിസെപ്റ്ററാക്കി കൂടെ? അങ്ങനെ നമ്മളെ ഏത് രീതിയിൽ ഒരാളെ മാറ്റം വരുത്താനും ഏറ്റവും വലിയ സംഗതി നേച്ചർ എന്താ നോക്കുമോ. നേച്ചർ എപ്പോഴും നോക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുമെന്നല്ലേ. അപ്പോൾ ഒരു പോസ്റ്റിൽ നിന്നും വേറൊരു പോസ്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിസ്തൃതി കൂടുകയാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം കൂടുതൽ ഇതിലേക്ക് വരും. രണ്ട് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യണത്. ഒന്ന്, നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ നേരില്ലാണ്ടായി തുടങ്ങും. പിന്നെ നമ്മുടെ മിഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആരെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം, ആരായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വോയിസ് ശരിയല്ല, കുറച്ചും കൂടി ഹമ്പിൾ വേണം, പ്രാക്ടീസ് പോരാ, റിമംബറൻസ് പോരാ. അപ്പോൾ കൂടുതൽ ചലഞ്ചസ് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് കൂടുതൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതും കൂടുതൽ പോയിസും വേണ്ടി വരുമോ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആർക്കാ? ആ ഒരു ഡയമെൻഷനിലാണ് എനിക്ക് നോക്കി കാണുന്നത്. വളരെ നല്ല തോട്ട്. ഇനി നമുക്ക് ദിനേശിൻ്റെ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയുള്ള ഒരാളായിരുന്നു ദിനേശ് ചെറുപ്പത്തിലൊക്കെ? ശരിക്കും എങ്ങനെ ഒരാളായിരുന്നു എന്നുള്ളത് നമ്മുടെ വീട്ടുകാരോടാണ് ചോദിക്കേണ്ടത്. ശരിക്കും ഞാൻ പറയണേക്കാട്ടും എൻ്റെ രീതിയിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ചെറുപ്പത്തിൽ എല്ലാവർക്കും കണ്ടമാനം ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് എല്ലാ ഫ്രണ്ട്ഷിപ്പും എല്ലാം പെട്ടെന്ന് ബോറടിക്കും. കുറച്ച് നേരം കഴിഞ്ഞാൽ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ ടീച്ചർ തന്നാലും ഇതിപ്പോൾ പഠിച്ചിട്ട് ഇപ്പം എന്താ കാര്യം, അങ്ങനൊരു തോട്ട് എൻ്റെ ഉള്ളിൽ വരും. ഇതൊരു ലൈഫായിട്ട് എന്താ ബന്ധം, കുറേ പൈസ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും, പൈസ ഉണ്ടാക്കിയ ഇളയച്ചന്മാരൊക്കെ കൂടി ഉണ്ടല്ലോ, എന്നിട്ടും അവർക്ക് സന്തോഷമില്ലല്ലോ. ഇങ്ങനത്തെ കുറേ ചിന്തകളൊക്കെ ഇങ്ങനെ വന്നു പോകാറുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നത് എൻ്റെ ഇളയച്ചന്മാരുടെ വീട്ടിലും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ കാര്യത്തിനൊക്കെ ആയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതലൊരു ഹാപ്പിനെസ് കിട്ടാറ്. എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അത്രയ്ക്കും പോരാ. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ ശരിക്കും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു കൊച്ചിന് വേണ്ടിയിട്ട്, ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉത്സാഹത്തോടെ ഞാൻ ഇറങ്ങും. പക്ഷേ എനിക്ക് എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും ശ്രദ്ധ കൊടുക്കാറില്ല. അത് പിന്നെ കുറേ മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് അത് വളരെ ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. പഠിത്തം ഒന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. അതെന്താ അങ്ങനെ വന്നതെന്നൊന്നും അറിയില്ല. എൻ്റെ ടീച്ചർമാർ തന്നെ പറയും, പഠിത്തത്തിൽ എങ്ങനെയായാലും നമ്മൾ പെരുമാറ്റം കൊണ്ടാണ് ഈ ലോകം വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രൈമറി ക്ലാസ്സിലെ ടീച്ചേഴ്സ് തന്നെ പറയും.
ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സംഗതി എന്ന് എനിക്ക് ഉം. മനസ്സിലാവാറില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവരൊക്കെ പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. നന്നായി ഫ്രീഡം എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമുണ്ടെങ്കിൽ പഠിക്കും, ഇഷ്ടമില്ലെങ്കിൽ പഠിക്കില്ല. അതുകൊണ്ട് ഇമ്പോസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫിലൂടെ പോകേണ്ടി വന്നിട്ടില്ല. അച്ഛനമ്മയും അങ്ങനെ അച്ഛനമ്മയ്ക്ക് അധികം നേരങ്ങൾ ഇങ്ങനെ പഠിത്തത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാനൊന്നും അവർക്ക് പറ്റിയിരുന്നില്ല. അന്ന് സർവൈവലായിരുന്നു വീട്ടിലെ ഏറ്റവും വലിയ സംഗതി. അപ്പോൾ കുട്ടികളെങ്ങനെയാണ് അവർ വേണമെങ്കിൽ വളരട്ടെ. അപ്പോൾ ഞാൻ ആ ഫ്രീഡം നന്നായി എൻജോയ് ചെയ്തു. ഓക്കെ. അങ്ങനെയാണ് പോയിരുന്നത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. രണ്ട് രീതിയിലുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ പാരൻസ് തന്ന പോലെ ഫ്രീഡം തരാൻ വേണം. അറ്റ് ദ സെയിം ടൈം അവരെ എക്യുപ്ഡ് ആക്കാനായിട്ട് ഇമ്പോസ്ഡ് അല്ലാണ്ട് നമ്മൾ അതിനുള്ള ഒരു കറക്റ്റായിട്ടൊരു മൗൾഡിങ്ങിൻ്റെയും ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യമുണ്ട്. മൗൾഡിങ് മിസ്സായത് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയത് മിഷനിൽ വന്നതിന് ശേഷമാണ്. ഓക്കെ. ഒരു മിസ്റ്റർ ഇന്ത്യ ആവാനുള്ള ആഗ്രഹം ഒക്കെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഏത് പ്രായത്തിലായിരുന്നു? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സമയത്തും ഓരോ പാഷനായിരുന്നു. അതായത് 10th സ്റ്റാൻഡേർഡിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്രൂസ്ലിയും വാൻഡമിയായിരുന്നു. അപ്പോൾ ഞാൻ കരാട്ടെ സ്കൂളിൽ ചേർന്നു. ഇപ്പോൾ കരാട്ടെ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് ട്യൂഷന് പോയി. അപ്പോൾ ഈ ക്ലാസ്സിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ അടുത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആളാണെങ്കിൽ അടയ്ക്കാമരത്തുമ്മൊക്കെ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് അത് നമ്മൾ കിക്ക് ചെയ്ത് ഒടിച്ചിടണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അപ്പോൾ റഫായിരുന്നു ആളുടെ ട്രെയിനിങ്. അതുകൊണ്ട് ഈ കരാട്ടെ സ്കൂളിൽ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. ഏറ്റവും കൂടുതൽ ചെറിയ സമയം കൊണ്ട് പുഷപ്സ് എടുക്കുന്ന ഒരാൾ എന്നുള്ളൊരു ഖ്യാതിയൊക്കെ ആ സമയത്ത് കിട്ടി. പക്ഷേ കരാട്ടെ സ്കൂളിൽ ഒരു ബ്ലാക്ക് ബെൽറ്റിൻ്റെ ലെവലിലേക്ക് എത്താറായപ്പോഴേക്കും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ആകെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഒരു അപ്പിയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു സ്കെൽട്ടനാക്കി മാറ്റും അതിൻ്റെ പ്രാക്ടീസ്. അപ്പോൾ എനിക്ക് തോന്നി കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. അവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ജിംനേഷ്യ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇതിൻ്റെ ഒരു ഫീൽഡ് എനിക്ക് ഏകദേശം ത്രില്ലൊക്കെ കഴിഞ്ഞു. എൻ്റെ കരാട്ടയുടെ റൗണ്ടോസ് കിക്ക് അടിക്കുക, മുകളിലേക്ക് കറങ്ങി ഒരു കുട ഉടയ്ക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ സാധ്യതയൊക്കെ ഏകദേശം അവസാനിച്ചു തുടങ്ങി. അപ്പോൾ ഇനിയൊന്ന് ജിംനേഷ്യം പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിൽ 100% കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. ജിംനേഷ്യത്തിലെ പ്രാക്ടീസ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അവർ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു സബ് ജൂനിയർ മിസ്റ്റർ കൊടുങ്ങല്ലൂർ എന്ന് സബ് ജൂനിയർ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്തു. അപ്പോൾ അന്ന് ബെസ്റ്റ് മ്യൂസിക്കൽ പ്രൊഫസറായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ഈ പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു മിസ്റ്റർ ഇന്ത്യ അടിക്കുകയാണെങ്കിൽ നമുക്ക് റെയിൽവേ ടീമിൽ കയറി പറ്റാം. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നുള്ള വഴികളായി. അതിന് നല്ലൊരു സ്പോൺസറെ കിട്ടണം. എന്നുവെച്ചാൽ നല്ല രീതിയിൽ പൈസ ചിലവാക്കേണ്ടി വരും. നമുക്ക് ഭക്ഷണവും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ, നല്ല കോച്ചൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അടുത്ത കോമ്പറ്റീഷൻ എത്താറായിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല. ബാക്കിയുള്ളവർ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിസൾട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ കോച്ചിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ദിനേഷിന് ഇത് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് മാർഗ്ഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നന്നായിട്ട് സ്റ്റെറോയിഡ്സൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് മസിൽസൊക്കെ കംപ്ലീറ്റ് അവർ ആ രീതിയിലാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അതിൻ്റെ ഡിഫക്ട്സ്? ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ശരീരം മാത്രമേ ഉണ്ടാവുള്ളൂ, വലിയ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ആളയുമ്പോൾ എല്ലുകൾക്കൊക്കെ ബലം കുറയും, പിന്നെ കുട്ടികളുണ്ടാവുമെന്ന് ഉറപ്പുണ്ടാവില്ല. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉദ്ദേശിച്ച എല്ലാ സംഗതികളും അവിടെ വെറുതെ ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ആ ഒരു സംഗതി കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ഒരു ബിൽഡറായിട്ട് മുന്നോട്ട് പോവാം, അത്യാവശ്യം ഒരു ജിംനേഷ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ സ്കോപ്പൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി. എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരുടെയും ഓട്ടോഗ്രാഫിലൊക്കെ ഞാൻ മിസ്റ്റർ ഏഷ്യയാവും, മിസ്റ്റർ ഇന്ത്യയാവും, എല്ലാവരും പ്രേയേഴ്സും വിഷസും ഒക്കെ അതായിരുന്നു. പക്ഷേ അവർക്ക് ഞാൻ ആ രീതിയിലല്ലാണ്ട് ഇപ്പോൾ ഈ കോളേജിൽ ഇടയ്ക്ക് ഗെറ്റ് ടുഗദർ ഉണ്ടാവും, അവർക്ക് കട്ട ദിനേശ്, അവർക്ക് അല്ലാത്തൊരു പിക്ചർ അറിയില്ല. ഞാൻ സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ തന്നെ അവരില്ലാണ്ടാക്കി കളയും. അവർക്ക് അങ്ങനെ ഒരാളെ ചിന്തിക്കാനേ പറ്റില്ല. പിന്നീട് എപ്പോഴായിരുന്നു ഹാർട്ട്ഫുൾനെസ്സിലേക്കുള്ള പ്രവേശനം? ഹാർട്ട്ഫുൾനെസ്സിലേക്കുള്ള പ്രവേശനം എന്ന് വെച്ചാൽ
ഞങ്ങളൊരു 30ഓളം ഫാമിലീസ് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലി ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഓരോ ആനുവൽ ഗ്യാതറിംഗ് ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും സ്പിരിച്വൽ ലീഡേഴ്സിനെ ഞങ്ങൾ സ്പീച്ച് ചെയ്യാനായിട്ട് വിളിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം സ്പീച്ച് ചെയ്യാൻ വന്നത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു ട്രെയിനറായിരുന്നു. അപ്പോൾ ആളുടെ സ്പീച്ച് എല്ലാവരും വളരെയധികം ഇൻസ്പയർ ചെയ്യിച്ചു. ഫാമിലി മെമ്പേഴ്സിനെ. മധുസൂദൻ സാറ്. അദ്ദേഹത്തിന് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റായി വളരെയധികം ഇൻസ്പയർ ചെയ്തു ആൾ. സ്പീച്ച് കഴിഞ്ഞ വഴി കുറേ ആൻറ്റിമാരൊക്കെ ആളോട് ചോദിച്ചു, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോകാൻ ഇത് നന്നായി സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായും അത് വളരെയധികം ഹെൽപ്ഫുള്ളാവും, ഫാമിലികൾ തമ്മിലുള്ള ബന്ധം കുറേയും കൂടി ഊഷ്മളാവും. അപ്പോൾ ഇതെന്നാ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആളൊരു കണ്ടീഷൻ വെച്ചു, 10 പേരുണ്ടെങ്കിലാണ് ഞാൻ വന്ന് ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 20 പേരുടെ പേര് കൊടുത്തു. അപ്പോൾ ആൾ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അന്നത്തെ മീറ്റിങ്ങിൽ അപ്പോൾ ആൾ വരാനായിട്ടുള്ള ഡേറ്റായി. അന്ന് ഒരു പ്രിസെപ്റ്ററിന് ഒരാൾക്ക് ഒറ്റയ്ക്ക് സിറ്റിംഗ് കൊടുക്കാനേ പറ്റുള്ളൂ. അന്ന് അങ്ങനെയാണ് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ ട്രെയിനർ 1 by 1 ആണ്. അപ്പോൾ 20 പേർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് 10 മണിക്കൂർ സിറ്റിംഗ് കൊടുക്കേണ്ടി വരും. ഓരോ ഹാഫ് ആൻ അവർ കണ്ടിന്യൂസ് കൊടുത്താൽ. അപ്പോൾ വേറൊരു പ്രിസെപ്റ്ററിനും കൂടി അദ്ദേഹം കൂട്ടി. അപ്പോൾ 6 AM സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. 6 AM തൊട്ട് ഷെഡ്യൂൾ ഇട്ടു. അപ്പോൾ ഈ ട്രെയിനർ വന്ന ദിവസം 6 AM ഇരിക്കാനായിട്ടുള്ള ഒരാൾ ആബ്സെൻ്റായി. അപ്പോൾ എൻ്റെ ഇലക്ഷനാണ് സെക്രട്ടറി. അപ്പോൾ ആൾ വന്നിട്ട് പറഞ്ഞു, ദിനേശ് എന്നെ നാണം കെടുത്തരുത്, നീ പോയിട്ട് അവിടെ കണ്ണടച്ചിരുന്നാൽ മതി എന്നാണ് ആൾ പറയണേ. നീ പോയി കണ്ണടച്ചിരിക്കണമെങ്കിൽ കൊടുങ്ങല്ലൂർ തിയേറ്ററിൽ ഒരു സിനിമയും നല്ലൊരു ബിരിയാണിയും നിനക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ അതിനൊപ്പം എന്താ ഒരാളുടെ മുന്നിൽ പോയി കണ്ണടച്ചില്ലിരിക്കണ്ടോ. അപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി എങ്ങനെയൊക്കെ ഇരിക്കണ്ടേന്ന്. കുട്ടിയുടെ അടുത്തേക്ക് എനിക്കിപ്പോൾ പറഞ്ഞുതരാൻ നേരമില്ല. അപ്പോൾ 6:30 അടുത്ത ആൾ വരും. അപ്പോൾ കണ്ണടച്ച് ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശനെന്ന് കാത്തിരിക്കാൻ പറഞ്ഞു. ആൾ പ്ലീസ് സ്റ്റാർട്ടും പറഞ്ഞു. ഞാൻ ഇരുന്നു. എന്തോ ഒരു സംഗതി എന്നെ വളരെയായിട്ട് അട്രാക്റ്റ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം വളരെയധികം വേറൊരു മേഖലയിലേക്ക് പോയി. പിന്നെ ദാറ്റ്സ് ഓൾ പറഞ്ഞത് ആൾ എന്നെ കാലുമ്മ തട്ടി വിളിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇതെന്താ നടന്നതെന്നൊന്നും മനസ്സിലായില്ല. വളരെയധികം ഒരു സന്തോഷം, എന്തൊന്നുമില്ലാത്ത സന്തോഷം. കോളേജിൽ നമ്മൾ പ്രോഗ്രാമിന് ഇറങ്ങിയാലും അല്ലെങ്കിൽ ഫാഷൻ ഷോയ്ക്ക് പോയാലും ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും വലിയൊരു സന്തോഷം ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. ശേഷം ഇതെന്താണാവോ എന്ന് അത് അധികം മൈൻഡൊന്നും ചെയ്യാൻ നിന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ദിവസം സിറ്റിംഗ് തന്നു, 3ാമത്തെ ദിവസം സിറ്റിംഗ് തന്ന് ആൾ പ്രാക്ടീസൊക്കെ പറഞ്ഞു. 3ാമത്തെ സിറ്റിംഗ് ആയപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു ഊഷ്മളതയും ഒരു പീസും ഒരു സെറ്റിൽനെസ്സും എനിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ നേരത്ത് എനിക്കൊരു 6ാം ക്ലാസ് വരെ ഞാൻ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ഒരു പ്രകാശം എൻ്റെ അടുത്തേക്ക് വരും. അത് പ്രകാശം ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ഞാൻ ഓഫാവും. പിന്നെ പിറ്റേ ദിവസം കാലത്ത് 6 മണി നമ്മൾ ഈ പ്രകാശം എൻ്റെ അടുത്തുനിന്ന് പോകും. സെയിം സാധനം റിപ്പീറ്റ് ചെയ്തു. ഈ 3ാമത്തെ സിറ്റിങ്ങിന് ശേഷം ഈ പ്രകാശം വീണ്ടും എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ 6ാം ക്ലാസ് വരെ ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഡൈവേർട്ട് ആയതുകൊണ്ട് ഈ പ്രകാശം എൻ്റെ അടുത്ത് വരാറില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു സാധനം എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ. അപ്പോൾ ആൾ പക്ഷേ കാലത്ത് 1 മണിക്കൂർ മെഡിറ്റേഷൻ, വൈകുന്നേരം ശുദ്ധീകരണം, കിടക്കാൻ നേരത്ത് പ്രയർ. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പാടാണത്. ഇത്ര നേരം ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ ആൾ പറഞ്ഞു, അടുത്ത സൺഡേ ഞാൻ സത്സംഗിന് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ത് ഇയാളിപ്പോൾ ഞങ്ങൾ വിടാനുള്ള ഭാവമില്ലേ. ആൾ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായാലും ഒരു നേരിട്ട് പോയി കാര്യം പറയാന്നെ. സത്സംഗത്തിലിരുന്നിട്ട് ഞാൻ ആൾ ധാരിച്ചോളൂ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, എനിക്ക് സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ നിർത്താണ് കേട്ടോ. അപ്പോൾ എന്താ കുട്ടി, എന്താ നിർത്താന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ ആകെ ഒരു 5.5-6 മണിക്കൂർ ഉറങ്ങണുള്ളൂ, ക്ലബ്ബിൽ പോകണം, എനിക്കിങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളപ്പോൾ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ആൾ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എത്ര മണിക്കൂർ ഉറങ്ങണേന്ന് പറഞ്ഞേ. അപ്പോൾ പറഞ്ഞു, ഞാൻ 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 4.5 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് 1 മണിക്കൂർ ഇരുന്നുറങ്ങുമെന്ന് വെച്ചു. ഒരു വലിയൊരാളല്ലേ പറയണത്. അപ്പോൾ ഞാൻ ഈ പ്രയർ ചെയ്തിട്ട് ഇരുന്നുറങ്ങിയാൽ മതി.
അപ്പോൾ പ്രെയർ ചെയ്തിട്ട് ഇരുന്നുറങ്ങുക എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ ഇരുന്നുറങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും ചെന്നിട്ട് പറയും ഇരുന്നുറങ്ങിപ്പോയി സാറെന്ന് വിചാരിച്ച് ഞാനത് കണ്ടിന്യൂ ചെയ്തു. ആ 1 മണിക്കൂർ ഇരുന്നുറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരുന്നുറങ്ങാൻ പറ്റണ്ടായി. എന്തോ ഒരു സാധനം എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സാധനം ഞാൻ ഈ പ്രെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം എന്നെ കവർ ചെയ്യും. വളരെ സൂത്തനിങ് ആയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തിലേക്ക് ഞാൻ പോവും. അപ്പോൾ അതിലെനിക്കൊരു ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി സ്റ്റാർട്ട് ചെയ്തത് എന്താ ഈ സംഭവം. അങ്ങനെയാണ് എൻ്റെ ഒരു ഇതിലുള്ളൊരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് പ്രായത്തിലായിരുന്നു? എപ്പോഴും ഈ കുട്ടി കുട്ടി എന്ന് പറയാൻ വിളിക്കുന്നുണ്ടല്ലോ. സാറിന് ഭയങ്കര വയസ്സുണ്ടായിരുന്നു, എനിക്കന്ന് 20 വയസ്സ് കഴിച്ചിട്ട്. ഓക്കെ. സാറ് കുട്ടി എന്ന് വിളിക്കണമെങ്കിൽ അന്ന് ഈ മിഷനിൽ അന്ന് ആ ഏജിൽ ആൾക്കാർ അവർക്ക് കിട്ടാറത്തോണ്ടാണ് എന്നെ കുട്ടിയെന്ന് വിളിച്ചത്. നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നീട് ചാരിജി മാസ്റ്ററൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഷാരിജി മഹാരാജ് എന്ന് വെച്ചാൽ ഞാൻ മിഷനിൽ ജോയിൻ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ മാസ്റ്റർ കേരളത്തിലേക്ക് വന്നു. അപ്പോൾ കേരളത്തിലേക്ക് മാസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ എന്താണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഉള്ളിൽ മാസ്റ്റർ ഉണ്ട്, മാസ്റ്റർ നേടുക എന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിനൊരു ഗുരു ഉണ്ട്, അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞില്ല. വെച്ചാൽ കണ്ടമാനം ബുദ്ധി ഉപയോഗിക്കണ ഇതായതുകൊണ്ട് നമ്മുടെ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പോയില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സംശയമായിരുന്നു ഈ കക്ഷി എല്ലാ വെള്ളി ശനി ഞായർ ഞങ്ങളുടെ ഇളയച്ചൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിറ്റിംഗ് തരാം, നല്ല കാര്യങ്ങൾ മാത്രം പറയുക, ഫീസൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ സംശയമായി, ഇങ്ങനത്തെ ആൾക്കാർ ഈ ലോകത്തുണ്ടാവില്ല, ഇത് വേറെന്തോ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ആകെ സംശയമായിട്ട് നിൽക്കണ കണ്ടുകൊണ്ടാണ് ഗുരുവിനെ പറ്റിയിട്ട് ആൾ പറയാത്തത്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച മാസ്റ്റർ പാലക്കാട് വരുന്നുണ്ട്. പിന്നെ എൻ്റെ മാസ്റ്റർ എന്താ, നീ വാ കണ്ടു നോക്ക്, ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. എനിക്ക് ZC ആയിട്ട് മാസ്റ്റർ താമസിക്കുന്ന വീടൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ ആൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആളുടെ ഭാര്യയും ആളും ഞാനും വേറൊരാളും കൂടിയിട്ട് പാലക്കാട് പോയി. പാലക്കാട് പോയിട്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, എങ്ങനെയായിരിക്കും ഈ മാസ്റ്റർ എന്നൊക്കെ ഒരു ജിജ്ഞാസയിലൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം കാലത്ത് തന്നെ 6:30 ഞങ്ങൾ രവിയേട്ടൻ്റെ അന്നത്തെ സോണൽ കോർഡിനേറ്ററുടെ വീട്ടിൽ ഞങ്ങളെത്തി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വെള്ള ഡ്രസ്സ് ഇട്ട് ഒരു ബനിയാനായിട്ട് ഒരു ഷാളൊക്കെ ഇട്ട് ആൾ വന്നു സിറ്റിംഗ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തൊട്ടടുത്തിരിക്കേണ്ട കുറച്ച് പേരുണ്ടായുള്ളൂ. ആ സിറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം ആൾ പോവുകയാണ്, തിരുപ്പൂർക്ക് പോവുകയാണ്. പക്ഷേ 3-ാമത്തെ ദിവസം ആൾ പോകണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കരച്ചിൽ വന്നു. കൂടാന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാനിത്ര ജിമ്മിലൊക്കെ പോയിട്ട് ഇത്ര മസിലായിട്ട് കുറേ നാളായി ഞാൻ കരഞ്ഞിട്ട്, ഇതെന്താ നിനക്ക് പറ്റിയേ, എന്തോ ഭയങ്കര പ്രിയപ്പെട്ട ഒരാൾ മിസ്സാവണ പോലെ, എൻ്റെ സോളിന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രിസെപ്റ്ററുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇയാളുടെ കൂടെ ഒന്ന് പോകണം, കുറച്ച് ദിവസം പോകണം, എന്തായാലും ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിനി ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോകും, നിൻ്റെ വീട്ടിൽ ഞാൻ ഇനി എന്ത് പറയാനാ, വീട്ടിൽ പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ചു വരും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നീ ആരുടെ കൂടെ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ എറണാകുളത്ത് ഹരിദാസ് സാറും ജയ ചേച്ചിയും ഒക്കെ ഫാമിലി പോകുന്നുണ്ട്, അപ്പോൾ അവരൊന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോകും, എനിക്കൊന്ന് പോകണമെന്നുണ്ട്. അങ്ങനെ കോയമ്പത്തൂർ പോയി, തിരുപ്പൂർ പോയി, 10 ദിവസം ഒരു 30 സത്സംഗ് അടുപ്പിച്ച്. അപ്പോഴേക്കും നമ്മളുടെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി. കാഴ്ചപ്പാട് മാറിപ്പോയെന്ന് വെച്ചാൽ ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെ ഇത്രമാത്രം മാറ്റം വരണേ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ കൂടി, ഗുരുപരമ്പരകളെന്നൊക്കെ ഞാൻ ഇങ്ങനെ സംശയത്തോടു കൂടി കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് എന്തോ കാര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന പോലെ എൻ്റെ ഒരു ഫീലിംഗ്, ഈ വ്യക്തിനെ എനിക്ക് ഇടയ്ക്കിട്ട് കാണണം, ഈ കക്ഷി എന്നെ ലീഡ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു റിലേഷൻ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പോയിട്ട് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. ഞാൻ വലിയറമ്പിൽ നിന്നാണ് വരുന്നത്, എൻ്റെ പേര് ദിനേശ് എന്നാണ്. അപ്പോൾ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പരിചയിക്കപ്പെട്ടു. പിന്നെ എൻ്റെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ലക്ഷ്മി ഉണ്ടായി. ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര നോട്ടിയാണ്, അവൾക്ക് ഭയങ്കര ആക്സസ്സാണ് മാസ്റ്ററായിട്ട്. അപ്പം ഞാൻ ഈ മാസ്റ്ററായിട്ട് ആക്സസ്സുള്ള ആരൊക്കെയെന്ന് നോക്കി അവരെ പരിചയപ്പെടാൻ തുടങ്ങി. ഈ കക്ഷിയായിട്ട് ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇവരായിട്ട് ആക്സസ്സുള്ള ആൾക്കാർ ആരൊക്കെയെന്ന് ഞാൻ അടുത്ത എൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ് ഒരു തുടക്കം. ഓക്കെ. അന്നേരം നമ്മുടെ മിഷൻ്റെ ബുക്സൊക്കെ വായിച്ചു തുടങ്ങിയിരുന്നോ? മിഷൻ്റെ ബുക്ക്
ഏഹ്, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ട്രെയിനറാണ് മധുസൂദൻ സാറ്. അപ്പോൾ പെട്ടെന്നൊന്നും പുസ്തകം തന്നില്ല. ആദ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. ആദ്യം പ്രാക്ടീസ് എങ്ങനെയെന്നുള്ള സാധനം മാത്രമേ തന്നുള്ളൂ. ഓക്കെ. ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഓരോന്നോരോന്ന് തരാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഈ ഗുരുവിനെ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ വീട് എനിക്ക് ഓർമ്മ വന്നില്ല. എൻ്റെ നാട്, എൻ്റെ വലിയുറമ്പ് എന്ന് പറഞ്ഞ നാട്, എൻ്റെ വീട് അത് വേറെ ഏതോ സ്ഥലം പോലെ. ഞാനിങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്, ഇത് എൻ്റെ വീട് തന്നെയല്ലേ. അപ്പം അത്ര ചേഞ്ചസ് എൻ്റെ കോൺഷ്യസ്നെസ്സിൽ അന്ന് വന്നു. അപ്പം ഞാൻ ബസ് ഇറങ്ങിയിട്ടും ഉം, ഇത് ഒരു ഒരു പുതുമയുള്ള സ്ഥലം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തോന്നാം. അപ്പോൾ അതിൽ എനിക്ക് തോന്നി ഇതൊരു വലിയൊരു മാറ്റത്തിലേക്കുള്ള ഒരു പോക്കാണെന്ന്. ആ ആ ഗുരുവിനെ കണ്ടു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോൺ വെജ് എനിക്ക് കഴിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫേവറേറ്റ് സംഗതിയാണ് നോൺ വെജ്. ജിംനേഷ്യത്തിൽ പോയിരുന്നപ്പോൾ ആണെങ്കിൽ 250 ഗ്രാം ചിക്കൻ, ഇത്ര ഗ്രാം ബീഫ്, 8 എഗ്സ് 8 എഗ്സ് എന്തായാലും നിർബന്ധമായിട്ട് വേണം പ്രാക്ടീസ് ചെയ്യണ ആൾ. അപ്പം ഇങ്ങനെയൊക്കെ ചിട്ടയായിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പം ഞാൻ അമ്മായിയുടെ വീട്ടിൽ പോവുകയാണെങ്കിലും അമ്മയുടെ വീട്ടിൽ പോകണമെങ്കിലും ഞാൻ വിളിച്ചു പറയും, ഞാൻ വരണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു സാധനം വാങ്ങിച്ചു വയ്ക്കണം. അത്ര ഫേവറേറ്റ് സാധനമായിരുന്നു എനിക്കത്. അതില്ലെങ്കിൽ എനിക്ക് ഒരാളുടെ വീട്ടിൽ പോകുന്നത് പോലും ഇഷ്ടമല്ല. അപ്പം അത് എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ, ഇത് കഴിച്ചില്ലെങ്കിൽ എന്താന്ന് ഭയങ്കര ഒരു ഉള്ളിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതിനോടുള്ള ഒരു മമത, അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് പതുക്കെ എൻ്റെ നാട്ടിൽ ഒരു ചെറിയ സംസാര വിഷയമായി. അപ്പോൾ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യണ സ്പിരിച്വാലിറ്റി റിസർച്ച് ചെയ്യുന്ന ആളാണ് ബാഷിയും ഷിനോ. അപ്പോൾ അവർ തമ്മിലൊരു സംസാരം ഉണ്ടായടാ, ദിനേശ് നോൺ വെജ് നിർത്തിയിട്ടുണ്ട്, അപ്പോൾ ഈ സിസ്റ്റത്തിൽ എന്തുകൊണ്ട്. അപ്പോൾ അവർ ഇത് പരീക്ഷിക്കാൻ വേണ്ടി വന്നു, ഈ സിറ്റിംഗ് എങ്ങനെയുണ്ട്. അപ്പോൾ ഒരു സിറ്റിംഗ് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചാർജി മഹാരാജിനെ കാണാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു, ബാഷിയും ഫിനോ. ഇപ്പം ഞാൻ ചെന്നൈയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം കണ്ടമാനം പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് ബാഷി. ഞാനാണെങ്കിൽ സ്പിരിച്വൽ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. പിന്നെ അമ്പലങ്ങളിലൊന്നും അങ്ങനെ കാര്യമായിട്ട് അത്ര ഭക്തിയൊന്നുമില്ല എനിക്ക്. ഒരു സഡൻ ജമ്പായിരുന്നു ഇതിലേക്ക്. ബാഷിയാണെങ്കിൽ കണ്ടമാനം പുസ്തകങ്ങൾ വായിക്കും, കണ്ടമാനം കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം അങ്ങനെ തൊട്ടാണ് ഞങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പം മത്സരിച്ച് വായിക്കാൻ തുടങ്ങി. മത്സരിച്ച് വായിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഭാഷയൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ മെറ്റീരിയൽ വേൾഡിൽ നിന്നിട്ട് ഈ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒന്ന് കാല് എടുത്തു വെച്ചപ്പോൾ നല്ല എക്സ്പീരിയൻസ്. അപ്പം ഞാനതിൽ ഒരു പുസ്തകത്തിൽ വായിച്ചു, ലാലാജി മഹാരാജ 6 മാസം കൊണ്ട് പരിപൂർണതയിലെത്തി. അപ്പോൾ ലാലാജി മഹാരാജിന് 6 മാസം കൊണ്ട് എത്തിയ ഞാനൊരു 6 മാസം ഒന്ന് ട്രൈ ചെയ്തിട്ട് വെച്ചിട്ട് ഞാനൊരു 6 മാസം ടാർഗറ്റ് ചെയ്തു. ഡിഫറെൻറ്റ് ടൈം ഒരു 6 മണിക്കൂർ വെച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ. അപ്പോൾ കാലത്ത് ഭാഷി വിളിക്കും, എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ദിനു എത്ര എണ്ണം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 3 എണ്ണം കഴിഞ്ഞു. നിൻ്റെയോ? എൻ്റെ 2 എണ്ണം കഴിഞ്ഞു. അപ്പോൾ അവൻ പോയിട്ട് വീണ്ടും ഒരെണ്ണം ചെയ്യും. അപ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. എനിക്ക് എൻ്റെ ഏജിൽ തന്നെ സ്പിരിച്വാലിറ്റിയിൽ കോമ്പറ്റ് ചെയ്യാനും ബാബുജി മഹാരാജിനെ കുറിച്ച് സംസാരിക്കാനും പുസ്തകങ്ങൾ വായിച്ചു തീർക്കാനും ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കിട്ടി. അപ്പോൾ അവർക്ക് വളരെ പാട് കഴിച്ചിട്ടാണ് സ്പിരിച്വാലിറ്റിയിൽ എത്തിയത്, ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇതിലേക്ക് ഞാൻ ആകെ എൻ്റെ ആദ്യത്തെ സ്പിരിച്വൽ അറ്റംപ്റ്റ് ഇതായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗുരു ഇതായിരുന്നു. അപ്പോൾ അവർ കഴിച്ച പാടുകൾ, സവോള മാത്രം കഴിക്കുക, നിലത്ത് മാത്രം കിടക്കുക, കുറേ പാടുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഭാഷയും ഫീനോ മെഴുകുതിരി മാത്രം കത്തിച്ച് വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. അപ്പോൾ എന്നെ പെട്ടെന്ന് ഇതിലേക്ക് എത്തിച്ച പോലെ ആ ഒരു ടോക്കുകളൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ചാർജി മഹാരാജിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ 6 മാസം ടാർഗറ്റ് വെച്ച് പോയിട്ട് വീട്ടുകാർക്കൊക്കെ പേടിയായി. എന്ന് വെച്ചാൽ എനിക്കിത് മാത്രമായി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് മാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ വീട്ടുകാർ വിചാരിച്ചു ഇതിൻ്റെ കാര്യം പോക്കാവും, ആ സാറിന് നമ്മളിങ്ങോട്ട് വരുത്തണ്ട എന്നുള്ള രീതിയായി തുടങ്ങി. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഡ്രീം ഞാൻ കാണുകയാണ്. ആ ഡ്രീമിൽ ചാർജി മഹാരാജ് എന്നോട് പറഞ്ഞു ഒരു കാറിൽ കയറാൻ പറയും. അപ്പോൾ കാറിൽ കയറി കഴിഞ്ഞിട്ട് പറയും, അപ്പോൾ ഞാൻ ചോദിക്കും എവിടേക്കാണ്, നീ കയറുക എന്ന് പറയും. അപ്പോൾ കാറിൽ ഞാൻ കയറി. അവനെ കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്, ഗായത്രിക്ക്.
അപ്പോൾ ഗായത്രിന്ന് ഞാൻ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുള്ളൂ. ഞാൻ അന്ന് ഗായത്രി പോയിട്ടില്ല. അപ്പോൾ ഗായത്രിയിൽ എന്നുള്ള നെയിം ബോർഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി ഗായത്രിയാണെന്ന്. അപ്പോൾ ആൾ ചിരിച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, "നീ ഇവിടെ ഇരിക്കുക" എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നിട്ട് ആൾ അടുക്കളയിലേക്ക് പോയി. ഞാനൊരു ചായ എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ആൾ അപ്പം തന്നെ വന്നിട്ട് ടി വി ഓൺ ചെയ്തിട്ട് ഒരു മ്യൂസിക് ചാനൽ വെച്ച് തരും. മ്യൂസിക് ചാനൽ വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, "ഈ പ്രായത്തിൽ കുറച്ചൊക്കെ ഇതൊക്കെ കാണും നീ." എന്ന് ചിരിച്ചിട്ട് പോയിട്ട് ചായ കൊണ്ടുവന്ന് ചായ ഞങ്ങൾ രണ്ടാളും കുടിക്കുന്നു. സ്വപ്നം അവസാനിക്കും. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് മെറ്റീരിയലി ഞാൻ ബാലൻസ് ചെയ്യണമെന്ന് ഉള്ളിൽ നിന്ന് ഒരു 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 ക്ലാരിറ്റി വരാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഇതിനെ മിനിമൈസ് ചെയ്ത് ഈ പ്രാക്ടീസിനെ ഒരു നോർമലാക്കി. അപ്പോൾ എനിക്ക് ഒരു എവിടെ ഞാൻ കൂടുതൽ സൈഡിലേക്ക് പോകുന്നുണ്ടോ അവിടെയൊക്കെ എനിക്ക് ഓരോ ഗൈഡൻസ് ഇങ്ങനെ ഓരോ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറച്ചും കൂടി കൂടാൻ തുടങ്ങി. ആ സമയം എന്തായിരുന്നു ദിനേശ് ചെയ്തുകൊണ്ടിരുന്നത്? കോളേജ് കഴിഞ്ഞ സമയമായിരുന്നു? കോളേജ് കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ കയറാമെന്നുള്ളതായിരുന്നു. ആ അറ്റത്ത് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതവിടെ പറ്റില്ല എന്ന്. പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു സമയത്താണ് ഈ മിഷനിൽ ജോയിൻ ചെയ്യണത്. ഓക്കെ. ഈ മിഷനിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി, ഇത്തരം പ്രാക്ടീസൊക്കെ ചെയ്ത് തുടങ്ങാൻ തുടങ്ങിയപ്പോഴെന്താണെന്ന് വെച്ചാൽ മൈൻഡ് വളരെയധികം സെറ്റിലായി. പുസ്തകങ്ങൾ വായിക്കാനായിട്ടുള്ള എബിലിറ്റി വന്നു. അതിൽ കുറേയധികം ഇന്നർ മീനിങ് നമ്മുടെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് ജോലിക്കായിട്ട് ടെസ്റ്റുകൾക്ക് അറ്റംപ്റ്റ് ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാമിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞാൻ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഐ ബിക്കം മാഡ്. എനിക്ക് അദ്ദേഹത്തിനെ കാണണം. അപ്പോൾ ഞാൻ ലീവ് എടുക്കും. അപ്പോൾ പ്രൈവറ്റ് ജോബ് എൻ്റെ 2-3 ജോബ് പോയി. എന്തോ കക്ഷിയാണ് എന്നെ കരകയറ്റാൻ പോണത്. അപ്പോൾ ജോലിയും എല്ലാ കാര്യവും ഇതിന് വേണ്ടിയിട്ടാണെന്നൊരു ഫീലിംഗ് പെട്ടെന്നേ കിട്ടി എനിക്ക്. ഒരു ക്ലാരിറ്റിയും കിട്ടി. ഭയങ്കര ഒരു ക്ലാരിറ്റിയാണ്. ഭണ്ഡാര എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭണ്ഡാര ഒരു 2 മാസമെങ്കിലും ഭണ്ഡാരയ്ക്ക് പോകണം. ടെൻ്റ് കെട്ടലും അങ്ങനെ കുറേയധികം ഒരുക്കങ്ങളുണ്ട്. ഇന്നത്തെ ഭണ്ഡാര പോലെയല്ല. അന്ന് കുറേയധികം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഏതായാലും ഒരു പ്രൈവറ്റ് ഫാമിലി ഒരിക്കലും ജോലിക്ക് പിന്നെ കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അടുത്ത ജോലി നോക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു സർക്കാർ ജോലിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ലീവ് നമ്മുടേതായിട്ടുണ്ടാവും. പിന്നെ ജോലി ആർക്കും കളയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ കോച്ചിങ്ങിന് ചേർന്നത്. ഓക്കെ. കല്യാണം കഴിഞ്ഞ ഏത് വർഷമായിരുന്നു? ആ സമയത്ത് തന്നെയായിരുന്നു? കല്യാണം മിഷനിൽ ജോയിൻ ചെയ്തിട്ടൊരു 7 വർഷം 7 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണത്തിലേക്കൊക്കെ എത്തണത്. കല്യാണത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തന്നെ ഒട്ടും പ്രിപ്പയർ ചെയ്യാത്ത സമയത്തായിരുന്നു അങ്ങനത്തെ പ്രപ്പോസലൊക്കെ വന്നിരുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ചാർജി മഹാരാജിനെ കാണാൻ പോയപ്പോൾ ചാർജി മഹാരാജ് ആശ്രമത്തിലില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് തിങ്കളാഴ്ച ദിവസം ചാർജി മഹാരാജിന് ഗായത്രി പോകേണ്ട ദിവസമാണ്. പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിർത്താൻ പറ്റണില്ല. ഞാനുള്ള പൈസയൊക്കെ കൂട്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഗായത്രിയിലേക്ക് പോയി. ഗായത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ ഗായത്രിയിൽ നിന്ന് മാസ്റ്റർ ബീച്ചിലേക്ക് പോയി. അപ്പോൾ ആ ബീച്ചിൻ്റെ അഡ്രസ്സ് കാണിച്ച് ഓട്ടോറിക്ഷ വിളിച്ച് വീണ്ടും ബീച്ചിൽ പോയി. അപ്പോൾ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സമാധാനമായി. മാസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നു. അപ്പോൾ മാസ്റ്റർ നോക്കി, ചിരിച്ചു, വിഷ് ചെയ്തു. കുറച്ച് പേരുള്ളൂ. ഇപ്പോൾ മാസ്റ്റർ കുറച്ച് കപ്പലണ്ടി ഞങ്ങൾക്ക് കുറേ അധികം വാങ്ങിച്ചു തന്നു. കുറേ തമാശകളൊക്കെ പറഞ്ഞു. അന്ന് ഐശ്വര്യയുടെ ഒരു കഥയൊക്കെ പറഞ്ഞു. അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മുക്കുവൻ്റെ കഥ പറഞ്ഞിട്ടാണ് മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്. വെച്ചാൽ സിസ്റ്റേഴ്സ് ഭയങ്കര പ്രൗഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബീച്ചിൽ വെച്ച് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുക്കുവൻ കാട്ടിൽ പോയി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ പോവില്ലേ. എൻ്റെ കുറേ പ്രാവശ്യം ദേവത ചോദിക്കുമ്പോൾ വെള്ളിയുടെയും സ്വർണ്ണത്തിൻ്റെയും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുക്കുവന് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചത് ഐശ്വര്യനെയാണ്. അപ്പോൾ ഐശ്വര്യ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾക്കും ചെറുപ്പക്കാരുള്ളൂ. അപ്പോൾ ഐശ്വര്യനെ കൊണ്ട് ഇങ്ങനെ ആൾ കല്യാണം കഴിച്ചിട്ട് വരുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ മഴ പോയെന്ന് ഈ പാലത്തിൻ്റെ അടുത്ത് വെച്ച് പറയും. അപ്പോൾ ഐശ്വര്യ താഴേക്ക് വീഴും. ഐശ്വര്യ താഴേക്ക് വീണ് കഴിയുമ്പോൾ ആൾ വനദേവതയോട് പ്രാർത്ഥിക്കും. അപ്പോൾ അതിനെക്കാട്ടും ഭംഗിയായിട്ടുള്ള വേറെ മിസ് യൂണിവേഴ്സിനെ പൊക്കിക്കൊണ്ടുവരും. അപ്പോൾ ചോദിച്ച വഴി ആൾ തന്നെ പറയും, ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറയും. അപ്പോൾ വനദേവതയ്ക്ക് ഭയങ്കര വിഷമാവും. നിൻ്റെ സത്യസന്ധതയും എല്ലാം പോവും. നീ ഇപ്പോൾ പണക്കാരനായപ്പോഴാണ് ഇതെല്ലാം പോയെന്ന് ചോദിക്കും. അതല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരാളെ കാണിച്ചു തരും.
അപ്പോൾ അതുമല്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒറിജിനൽ ആളെ തരും. എനിക്ക് ഒരെണ്ണത്തിനെ തന്നെ സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ സിസ്റ്റേഴ്സിൻ്റെ മുഖമൊക്കെ വാടി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിയാൻ പോകണം. ഞങ്ങൾ പിരിയാറായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യൂത്ത്സ് വേഗം സെറ്റിൽ ആവണം, ജോബ് കണ്ടെത്തണം, വേഗം കല്യാണം കഴിക്കണം, ദ സോൾസ് ആർ വെയിറ്റിംഗ്. പിന്നെ എന്താ ആൾ പറയണതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്താ ഉദ്ദേശിക്കുന്ന ആളെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ആളിങ്ങനെ പറഞ്ഞു, നമ്മൾ തിരിച്ചു പോയി. ഇപ്പോൾ ജോലി കിട്ടിയിട്ട് വേണം മാസ്റ്ററുടെ കൂടെ കുറേ ട്രിപ്പ് പോകണം, നോർത്ത് ഇന്ത്യയൊക്കെ കുറേ പോകണം, കുറേ നാൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ മാസ്റ്ററുടെ കൂടെ കറങ്ങണം. ഇതാണോ എങ്ങനെയെങ്കിലും ജോലി കാണിച്ചിട്ട് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാമെന്ന് പറഞ്ഞ പോലെ ജോലി കിട്ടിയിട്ട് വേണം കുറച്ച് പൈസ ഏൺ ചെയ്തിട്ട് വേണം മാസ്റ്ററുടെ കൂടെ പോകാൻ. ആ സമയത്താണ് പ്രപ്പോസൽ വന്നത്. അന്ന് എനിക്ക് ജോലി ആയിട്ടില്ല. ഞാനൊരു ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് നിൽക്കണ സമയം. അതെന്നെ വളരെയധികം സഹായിച്ച ആളാണ്. ആളുടെ ജീവിതത്തിൽ പല സമയത്തും സഹായിച്ച ആൾ തന്നെയാണ് ആ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്ററാണെങ്കിൽ ആ സിസ്റ്ററിനെ വീട്ടിൽ നിന്ന് എപ്പോഴും ഭണ്ഡാരിക്കൊന്നും വിടില്ല. അപ്പോൾ ഭണ്ഡാരിക്ക് പോണ മാസ്റ്ററെ എപ്പോഴും കാണിക്കാൻ കൊണ്ടുപോകണ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടണമെന്നാണ് ആളുടെ പ്രയർ എന്നാണ് ആൾ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ ബാലൻസ്ഡ് ആയിട്ടില്ല മെറ്റീരിയൽ, ആവും ഞാൻ, ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു കഷ്ടപ്പെടാൻ തയ്യാറൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാസ്റ്റർ അടുത്ത് ചോദിക്കണം. അപ്പോൾ എനിക്ക് പ്രപ്പോസൽ കൊണ്ടുവന്ന ആൾ എന്നെയും എൻ്റെ അച്ഛനും അമ്മേനെയും കൊണ്ടുപോയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ വരാണ്. പെൺകുട്ടിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ കല്യാണം നടത്തും. അപ്പോൾ കല്യാണം അവരെ സംബന്ധിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും കല്യാണം നടത്താം. അപ്പോൾ ഈ സിസ്റ്ററിന് വേറെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല ഈ മിഷനിൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ സിസ്റ്റർ വളരെയധികം സിറ്റിംഗ് എടുക്കാൻ പോണത് ഈ ബ്രദറിൻ്റെ അടുത്തായിരുന്നു, തൃശ്ശൂർ. അപ്പോൾ ഈ സിസ്റ്ററിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളുടെ അടുത്ത് കൊടുക്കണം എന്നാണ് ആൾക്കും ആഗ്രഹമായിരുന്നു. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പ്രിസെപ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മാസ്റ്റർ അടുത്ത് പോയി കഴിഞ്ഞിട്ട് മാസ്റ്റർ അതങ്ങനെ സമ്മതിച്ചു. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇപ്പോൾ ജോലി ഇല്ല, കാര്യങ്ങളില്ല, ചെറിയൊരു ബിസിനസ് ഉണ്ട്, എനിക്ക് പോൾട്രി ഫാം ഉണ്ട്. പക്ഷേ എൻ്റെ അച്ഛനും സമ്മതിച്ചു. എൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഈ ബിസിനസ്സൊക്കെ നടത്തേണ്ടവനാണ്, പെൺകുട്ടിയുടെ അച്ഛനോടൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഗുരു സമ്മതിച്ച കാര്യം സക്സസ് ആവുമെന്ന് വെച്ചാൽ ആൾക്ക് ഇതറിയാലോ. ആൾ പറഞ്ഞു ഗോ ഹെഡ്. അങ്ങനെയായിരുന്നു മാരേജിൻ്റെ സമയത്ത് ഞാൻ വളരെയധികം രണ്ട് രീതിയിലുള്ള ഫീലിംഗ് ആയിരുന്നു. ഒന്നും മാരേജ് ചെയ്താൽ എൻ്റെ മാസ്റ്ററോട് എനിക്ക് സ്നേഹം കുറയോ, ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. എൻ്റെ ഹാർട്ട് ഞാൻ മാസ്റ്ററിന് പരിപ്പും വേറെ ആർക്കും കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു രീതി വരെ എത്തി തുടങ്ങി. ആ സമയത്താണ് ശരിക്കും കല്യാണം കഴിപ്പിക്കേണ്ടത്. അത് മാസ്റ്ററിനറിയാം. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലേക്കാണ് നമ്മുടെ പോക്ക്. അപ്പോൾ അവിടെയും മാസ്റ്ററുടെ ഇടപെടലുണ്ടായി. അതായത് നമ്മളൊരു വേറെ രീതിയിലേക്ക് പോകുന്നുണ്ട് കഴിയുമ്പോഴും നമ്മളെ ബാലൻസ് ചെയ്യണം, നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ രണ്ട് ഫീൽഡിലും കൊണ്ടുപോകണം. ഇതുപോലെ ഒരു കാലിബറായിട്ടുള്ള ഗുരുക്കന്മാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ മാരേജ് നടന്നു. മാരേജിന് ശേഷം ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ലീവൊന്നും എടുക്കണ്ട. പക്ഷേ എങ്ങനെയാണ് ആ സിസ്റ്റർ ഇത് ഇങ്ങനെ ഫേസ് ചെയ്തതെന്ന് അറിയില്ല. എനിക്ക് ഉറപ്പാണ് എനിക്കൊരു ജോലി കിട്ടുന്നു. പിന്നെ ഒരു പ്രൈവറ്റ് ഫേമിൽ ഞങ്ങൾ രണ്ടാളും കയറി. ഞങ്ങൾക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ. ആ സമയത്താണെങ്കിൽ റിസഷൻ വന്നു 2008. ഞങ്ങളുടെ രണ്ടാളും ജോലി പോയി. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ധീരമായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു. ആൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ഒരു കോച്ചിങ് സെൻറ്ററിൽ പോവാം, ബാങ്ക് കോച്ചിങ്ങിന് പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് നേരെ കൊല്ലത്ത് ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു. കല്യാണം കഴിഞ്ഞ് രണ്ടാളും സൈക്കിളുകൾ നേരെ ക്ലാസ്സിൽ പോവുക, അപ്പുറത്തിരുന്ന് പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം ഒരു 3 വർഷം കൊണ്ട് ഞങ്ങൾ ജോലി നേടും, എന്നിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. എൻ്റെ പ്ലാൻ ബി ഇല്ല എന്ന്, പ്ലാൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി വരെയാണ്. അപ്പോൾ കൊല്ലത്ത് വെച്ചിട്ട് ബാങ്ക് കോച്ചിങ് നടക്കുന്ന സമയത്താണ് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ആ സമയത്തൊന്നും അവർ നമുക്ക് ലീവ് തരില്ല. അവർ കോച്ചിങ്ങിന് ചേർന്നാൽ നമ്മൾ ഫുൾ ടൈം അവിടെ വേണം. പക്ഷേ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി മാസ്റ്റർ ഇല്ലാണ്ട് ആലോചിക്കാനേ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളെയും കൂട്ടി മദ്രാസിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ആരും മാസ്റ്ററെ കാണാൻ സമ്മതിക്കില്ല എന്ന് അനൗൺസ്മെൻറ്റ് വന്നു.
അപ്പോൾ ഞാൻ ആളുടെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആൾക്കും കരച്ചില്ല, എനിക്കും കരച്ചില്ല. ഇത്ര പാടയിച്ച് വന്നിട്ട് കാണാൻ പറ്റില്ല. ആരൊക്കെയാണോ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണം അവരൊക്കെ സസ്യങ്ങിന് പോകും. അപ്പം ഞാൻ ഇങ്ങനെ സസ്യങ്ങിന് പോയി എനിക്കിങ്ങനെ സത്സംഗത്തിന് ഇരിക്കാൻ പറ്റില്ല, കശീനൊന്ന് കാണണ്ടേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കുക എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നു, ഭയങ്കര ക്ലിയർ ആയിട്ട്. ഇപ്പം ഞാൻ സത്സംഗത്തിനിടയിൽ പതുക്കെ കണ്ണു തുറന്നു. ഞാൻ ഹാളിലിരുന്നില്ല, പുറത്തിരുന്നേ. ഞാൻ പതുക്കെ നടന്ന് വൈഫിൻ്റെ അടുത്ത് എത്തി, എൻ്റെ തട്ടി വിളിച്ചു, നമുക്കൊന്ന് കോട്ടേജിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ കോട്ടേജിൽ പോയി നോക്കുമ്പോൾ എല്ലാവരും സത്സംഗത്തിന് പോയിക്കാണ്, കക്ഷി പുറത്തു വന്ന് സന്തോഷത്തോടെ ഇരിക്കണതിന് മാസ്റ്റർ മോനുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കി, അപ്പം മൈൻഡ് ചെയ്യണില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, ആരൊക്കെയാണ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള അവരെ ഉള്ളിലേക്ക് വിളിപ്പിക്കണമെന്ന്. അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെ ചെന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ ചെന്ന വഴി ചോദിച്ചു, ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം മാസ്റ്റർ ഫസ്റ്റ് തന്നെ ചോദിച്ചു, വെർ ഇസ് ദ ചൈൽഡ്. അപ്പോൾ ഞാൻ മാസ്റ്റർ പറഞ്ഞു, വി ആർ നോട്ട് പ്രിപ്പയർഡ് യെറ്റ്, ഞങ്ങൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാനേ ഇല്ല കേട്ടോ. ആൾ ഊറി ചിരിച്ചു. എന്നിട്ട് പോരാൻ നേരത്ത് വൈഫിനും എനിക്കും ഓരോ കോയിൻ തന്നു, ഓരോ കോയിൻ പ്രസൻ്റായിട്ട് തന്നു. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് മകനുണ്ടായി, ഒരു മകളുണ്ടായി. മകളുണ്ടായി കഴിഞ്ഞിട്ട് മകളുടെ പേര് മാസ്റ്ററോട് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ അതിൽ ലെറ്റർ അയച്ചിട്ട് ഞാൻ അന്ന് ഉറങ്ങുമ്പോൾ അന്ന് ഡ്രീമിൽ ആൾ വന്നു. എന്നിട്ട് ആൾ പറഞ്ഞു, നൗ യു മാനിഫെസ്റ്റഡ് മൈ 2 കോയിൻസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അന്ന് ബീച്ചിലിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് ജോലി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദ സോൾസ് ആർ വെയിറ്റിംഗ്. സോ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന പോലെയല്ല അവരുടെ ഒരു പ്ലാൻ. അപ്പോൾ ഒരു മാസ്റ്ററിൽ നമ്മൾ ഫുൾ ക്ലാരിറ്റിയിൽ നമ്മൾ സറണ്ടർ ആയിരിക്കണം. അതിൽ ഒരു ഡൗട്ട് ഇല്ലാണ്ട് പോയാലാണ് നമുക്ക് ഒരറ്റം കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ആ ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ട് വന്ന് മാസ്റ്റർ ബ്ലെസ് ചെയ്തതിന് ശേഷം ആൾക്ക് ബാങ്കിലും എനിക്ക് റവന്യൂലും കിട്ടി. അത് എൻ്റെ വീട്ടുകാരെ നാട്ടുകാരെ സംബന്ധിച്ചിട്ട് വലിയൊരു സംഗതിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ മിഷനിൽ വന്ന ആരും സമൂഹത്തിനൊരു ഭാരമാവില്ല, അവരെ എല്ലാ മേഖലയിലും നന്നാവുള്ളൂ എന്നുള്ളൊരു സംഗതി, ഒരു മെസ്സേജ് മാസ്റ്റർക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റി. ഈ മിഷനിൽ വന്നതിന് ശേഷമാണ് ഈ മൈൻഡ് ഇത്രയ്ക്ക് സെറ്റിലാവണത്. അല്ലെങ്കിൽ ഒന്നും എൻ്റെ സ്കൂൾ പഠന സമയത്ത് ഞാൻ അധികം പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ എനിക്ക് ആവശ്യമുള്ള സമയത്ത്, ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് നമുക്കൊരു വിദ്യ വേണ്ടത്. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഡെയിലി 10 മണിക്കൂർ പോലും പഠിക്കാൻ പറ്റണം. ഞാൻ ടാർഗറ്റ് ചെയ്തിരുന്നു ഒരു വർഷം, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 6 മണിക്ക് മുമ്പ് 2 മണിക്കൂർ പഠിക്കണം, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് അടുത്ത 2 മണിക്കൂർ, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് 2 മണിക്കൂർ. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും 6 മണിക്കൂർ ഞാൻ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. അതുകൊണ്ടൊരു 8 മാസം 9 മാസത്തെ പഠനം കൊണ്ട് തന്നെ ഞാൻ ലിസ്റ്റിൽ കയറി. ഇതെങ്ങനെ ഇത്രയ്ക്കും മൈൻഡൊക്കെ തരാൻ പറ്റണേ, ഞാൻ അത്ര യൂസ്ഡ് അല്ല അതിന്. അപ്പം നമുക്കുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെ തരുന്ന ആ വ്യക്തിക്ക് ഞാനിനി എന്ത് കൊടുക്കും, എന്താണ് നമ്മുടെ ചിന്ത. ഓരോ സമയത്തും അവരുടെ ഇൻ്റർഫിയറൻസ് എന്ന് വെച്ചാൽ നമുക്ക് അളക്കാൻ പറ്റില്ല. ഞാനൊരു പ്രാവശ്യം മാസ്റ്ററെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ദിവസമെങ്കിലും നിങ്ങളുടെ കൂടെ റൂമിൽ കഴിയണമെന്നുണ്ട്, എൻ്റെ ഒരു ആഗ്രഹമാണ്. മാസ്റ്റർ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ സത്ബീർ എന്നെ ചീത്ത പറഞ്ഞു, നീ എന്ത് ചോദ്യമൊക്കെ മാസ്റ്ററോട് ചോദിക്കണേ. ഞാൻ പറഞ്ഞു, എൻ്റെ മാസ്റ്റർ അല്ലേ, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചോദിക്കും, സത്ബീർ ആരാ ചോദിച്ചു, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ പറഞ്ഞു, എനിക്ക് റെസ്റ്റ് എടുക്കണം, എല്ലാവരും പുറത്ത് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമിച്ച് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സത്ബീർ ഓടി വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ പുറത്ത് പോയി, നിന്നോട് പുറത്ത് പോകാൻ പറഞ്ഞില്ലല്ലോ, മാസ്റ്റർ നിന്നെ അന്വേഷിക്കണമെന്നോ. അപ്പോൾ ഞാൻ ഇപ്പം ആലോചിക്കുകയാണ്, നമ്മളെ പ്രാക്ടീസിൽ അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഇത്ര ഹൈലി സ്പിരിച്വലി ജെയിൻഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് എത്രത്തോളം കെയറാണ് നമുക്ക് തരണേ. അപ്പോൾ അവരുടെ അവരെ നമ്മൾ ടച്ച് ചെയ്യുന്ന രീതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ. ഈ വ്യക്തിനെ എങ്ങനെ ഞാൻ സന്തോഷിപ്പിക്കാം, ഇതൊക്കെയാണ് എൻ്റെ ചിന്ത ഇപ്പോഴും. ഓഫീസിൽ പോയാലൊക്കെ ഇതന്നെ തന്നെ സംഗതി.